ഇത് റെഡാണ് കേട്ടോ, റെഡ് ഈത്തപ്പഴമാണ്. റെഡ് ഈത്തപ്പഴമല്ല, ഇതൊക്കെ ഒരേ സൈസാണ്. അത് നമ്മുടെ വളൂറ്, മൂവാണ്ടൻ, ഗോമാങ് അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലുള്ള അറബികളുടെ ടൈപ്പ് ഈത്തപ്പഴമാണ്. നല്ല ടൈപ്പ് ഈത്തപ്പഴം ഉണ്ട്, 100 കണക്കിന് ഐറ്റംസ് ഉണ്ട്. പലതും വേസ്റ്റ് ആക്കണത് ഇത് അല്ല, ഇത് ഓൾറെഡി വേസ്റ്റ് ആയി. അതെ, ഇത് അവർ പൊട്ടിച്ചോണ്ട് പോകുന്നില്ല ഇപ്പൊ. ഇത് അതായത് ഇത് ആരെങ്കിലും വിശ്വസിക്കോ, ഇത് പൂത്ത ഈത്തപ്പഴാണെന്ന് പറഞ്ഞാല് ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കില്ല. ഫസ്റ്റ് ക്വാളിറ്റി ആവില്ല. ഇതെന്ന് പറഞ്ഞാല് ഇതിലപ്പുറം ഫ്രഷ് ദുനിയാവിലില്ല. അതെ. ഓക്കെ, റെഡി. ഇഷ്ടം പോലെ ഞാവൽ. അപ്പോൾ ഇത് അമിതക കുലുക്കിയിട്ട് ഇത്ര അധികം ഞാവൽപ്പഴം. ശരിക്കും പറഞ്ഞാൽ ഒരു കവറ് പകുതിയോളം ഉണ്ട്. ഇത് അമിതക പെട്ടത് എങ്ങനെ കയറിയതിരിക്കാൻ അറിയില്ല. ഞാനൊക്കെ അടിച്ചാൽ അവിടെ കിടക്കും ചിലപ്പോൾ. ഒരു സിമ്പിളായിട്ട് കയറിയിട്ട് ഞാവൽപ്പഴം പറിച്ചിട്ട് പോകുന്നത്. ഞങ്ങൾ ഫുള്ള് നിലത്ത് വീണതൊക്കെ ഫുള്ള് പറക്കി കവറിലാക്കി. അപ്പോൾ ഇതൊരു വേറൊരു അനുഭവം കേട്ടോ. ഞാൻ ദുബായിൽ വന്നിട്ട് ഞാവൽപ്പഴം വന്നിട്ട് കഴിക്കണത് ആദ്യമാണ്. ഞങ്ങൾ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് ഞാവൽപ്പഴം കഴിക്കാൻ. നാട്ടിലത്തെ ഫീൽ കിട്ടും. അതെ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആ ഒരു നൊസ്റ്റാൾജിയ കയറി വരും. പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള ആളുകൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഈ കാരണം. കാരണം അവരുടെ ജീവൻ നാട്ടിലെ വണ്ടി, നാട്ടിലെ ഞാവൽപ്പഴം, അത് വേറെ ഫുള്ള് കേരള. ഇത് നാട്ടിലത്തെ ഇതില്ല, ലുക്കില്ല. അവിടെ ഫുള്ള് ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ പോലെയാണ് ശരിക്കും തോന്നുന്നുണ്ട്. നമ്മുടെ കോമ്പൗണ്ടിന്റെ അടുത്തൊക്കെ പണി നടക്കുന്ന വീട് കണ്ടില്ലേ, ഈ വീട് ബിൽഡിംഗ് ഒക്കെ കണ്ട ഫുള്ള് അങ്ങനത്തെ ഒരു രീതിയിലാണ് നമുക്ക് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കച്ചറ എന്നുള്ളൂ. വണ്ടി കേക്കിട്ടില്ല. ഒരു വെള്ളിയാഴ്ച ലീവ് കിട്ടണല്ലേ, വ്യാഴാഴ്ച ഒന്നാണ്ട് പോണതാ. ഓക്കെ, ഈ കാണുന്നതായിട്ട് നമ്മുടെ ഒമാൻ ബോർഡറാണ് ഈ കാണുന്നത്. ഈ ലോറിയുടെ ബാക്കിലൊക്കെ കാണുന്നത് ഒമാൻ ബോർഡർ കണ്ടില്ലേ, വെയിലിട്ട് വെയില് പോലെ കമ്പി വെയിൽ കിട്ടിയുള്ളത്. അടുത്തത് നമ്മൾ പോണത് ഈത്തപ്പഴം ഫുള്ള് ഹെഡ് കുത്താൻ പറ്റിയ രൂപത്തിൽ എന്നിട്ട് പറിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് കണിഞ്ഞു പോകുന്നു. ഇവിടൊക്കെ നവൽമയത്തിന് വരാണ് ഇതൊക്കെ. അറബി വീടിന്റെ മുറ്റത്തൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ അവിടെ അങ്ങനെ ഉണ്ടാവും സാധനങ്ങൾ. ഇത് കഴിക്കില്ലേ? ഇല്ല, നമുക്ക് എത്ര നവൽമയം വേണ്ടി. അല്ല, ഈത്തപ്പഴം ഈത്തപ്പഴം ഇതൊക്കെ നമുക്കത് ഈത്തപ്പഴം കാണിച്ചു തരാൻ കൊണ്ട് നിൽക്കണം. ഇത് കഴിക്കാൻ പറ്റുമോ മിക്ക? ഇതിപ്പോ പച്ചയാണല്ലേ? അത് ശരി. ഈ ചുവപ്പ് കളറുള്ളത് പച്ചയാണ് കേട്ടോ ശരിക്കും. അത് വേറെ സൈസാണ്. നമ്മളെ മാങ്ങ, നാട്ടിലുള്ള മാങ്ങ ഉണ്ടല്ലോ, കോമാങ്ങ, അങ്ങനെ പല മാങ്ങകളെ പേരുണ്ട്. അതേ തന്നെ ഇതും ഒരേ കളറും. മഞ്ഞ കളറ് ഈത്തപ്പഴം. ഇതൊക്കെ നമുക്ക് കഴിക്കാം. അതെ, ഇത് കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ്. ഇപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചതാണ് ശരിക്കും. ഇതിന്റെ മുകളിൽ പൊട്ടിച്ചതാണത്. അടിപൊളി. ഇത് കാണിച്ചത് അതായത് ഇതിന്റെ സിറപ്പൊന്നും കളയാത്ത ഐറ്റംസ് ആണ്. ഉണ്ടാ, ഇനി ഇത് എന്ത് ചെയ്യുന്നറിയോ, ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റിക്കും. വെയിറ്റ് കയറ്റി വെച്ചിട്ട് ആ വെയിറ്റ് താങ്ങാൻ പറ്റാതെ സ്റ്റീലിന്മേ കൂടി അതിൻ്റെ സിറപ്പ് ഇറങ്ങി വരും. അതാണ് പാക്കറ്റ് ആക്കിയിട്ട് ഇത് കൊടുക്കുക. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നല്ല ഇറങ്ങുന്നുണ്ട്. ഒറിജിനൽ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കല്. ഇങ്ങനെ വായത്തൊരു പാത്രം വെക്കും. ആ പാത്രത്തിൽ ഇങ്ങനെ ഇതിൻ്റെ സിറപ്പ് വന്നു വരും. ഇത് പിന്നെ പലർക്കും കൊടുക്കും ഫ്രീ ആയിട്ട്. പക്ഷെ അതിൻ്റെ സത്ത് അവിടെ താഴത്ത് ഇറങ്ങിയിട്ടുണ്ടോ. ഞാനെന്തായാലും ആദ്യമായിട്ടാണ് ഈ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഈത്തപ്പഴമാണ് കഴിച്ചിട്ടുള്ളത്. പക്ഷെ ആദ്യമായിട്ടാണ് ഈത്തപ്പഴം മരത്തിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ച് കഴിക്കുന്നത്. അത് അമ്മയ്ക്ക് എന്നോട് കൊടുത്തിട്ട് ഈത്തപ്പഴം പൊട്ടിച്ച് കഴിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ച് കഴിക്കാതെ ഒരു അവസരം ഉണ്ടാക്കിയത് അമ്മയ്ക്കാണ്. എനിക്ക് വേണ്ടത് കൊല വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. റെഡ് കളർ അടുത്തേക്ക് പോലെ. അതെ, റെഡ് കളറുണ്ട് ഇവിടെ നോക്കിയേക്കാം. അത് റെഡി ആയിക്കണേ. അത് കണ്ട അടിയിൽ മഞ്ഞ.
അത് ശരി. ഇതൊക്കെ റെഡി ആയതാണ്. കണ്ടാ ഇത് ഇങ്ങനെ നെക്കിയ കാണാം. കണ്ടാ അതല്ലേ? ആ, കണ്ടാ ഫ്രഷ് സാധനം. ഇതൊക്കെ അടിയിലായി വരണുള്ളൂ. ഇവിടെ കണ്ടില്ലേ ചെറുതായിട്ട്. ഇത് റെഡാണ് കേട്ടോ. റെഡ് ഈത്തപ്പഴമാണ്. റെഡ് ഈത്തപ്പഴമല്ല, ഇതൊക്കെ ഒരേ സൈസാണ്. അത് നമ്മുടെ വളൂർ, മൂവാണ്ടൻ, ഗോമാങ് അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലുള്ള അറബികളുടെ ടൈപ്പ് ഈത്തപ്പഴമാണ്. നല്ല ടൈപ്പ് ഈത്തപ്പഴം ഉണ്ട്. ഒരു 100 കണക്കിന് ഐറ്റംസ് ഉണ്ട് ഈത്തപ്പഴത്തിൽ. പലതും പല ടേസ്റ്റ് ആയിരിക്കും. അതായത് ഇതിൻ്റെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചിലത് വരുന്നതൊക്കെ സിറപ്പ് എടുത്തിട്ടാവും. അത് ശരി. ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കില്ല. ഫസ്റ്റ് ക്വാളിറ്റി ആവില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം ഫ്രഷ് ദുനിയാവിലില്ല. അതെ. ഇതിനൊക്കെ അറബിയുടെ ഇടയിൽ ഒരു പേരുകളുണ്ട്. ഒരേ ഈ കളറിനനുസരിച്ചിട്ടല്ലേ? കളറിനനുസരിച്ച് അങ്ങനത്തെ നല്ല ഐറ്റംസ് മാത്രമേ വെക്കും ചെയ്യുള്ളൂ. ഇനി അടുത്ത വേറെ കളറും ഐറ്റംസും പേരുള്ളതാണ് അത്. അതെ, നോക്കി നോക്കാം. അത് ആരും പൊട്ടിക്കാതായിട്ടല്ല, പോത്തിട്ട് ഉണങ്ങിയിട്ട് പോണ. ഇത് പൊട്ടി വേറെ പുറത്തുനിന്ന് ആക്കി വന്ന് പൊട്ടിച്ച കുഴപ്പമില്ല. ഇവിടെ നമ്മൾക്ക് തന്നെ ഉള്ളൂ. കുലിക്ക് എത്ര ബഹുന്നറിയോ നോക്കി. എന്താ അത്രയും സാധനം നോക്ക്. വേസ്റ്റ് ആക്കണ്ടോ ഇത്? അല്ല, ഇത് ഓൾറെഡി വേസ്റ്റ് ആയി. അതെ, ഇത് അവർ പൊട്ടിച്ചോണ്ട് പോകുന്നില്ല ഇപ്പൊ. ഇത് അതായത് ഇത് ഇപ്പൊ ആരെങ്കിലും വിശ്വസിക്കോ ഇത് പൂത്ത ഈത്തപ്പഴാണെന്നൊരു അല്ല അത്രക്ക്. ഇത് ആരും പൊട്ടിക്കാൻ അവിടെ ഇല്ല. ഇല്ലല്ലേ? നമ്മളെന്ത് ചെയ്യാ? എന്താ അത്രക്ക് ഇതാവാണ്. നമുക്കതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാല് നാട്ടിലൊക്കെ പോയാൽ ഇതുണ്ടല്ല. എന്താണ് അങ്ങനത്തെ കഴിക്കായിരിക്കുന്നല്ലേ? ശരിക്കും പറഞ്ഞാൽ ചില അടിഭാഗത്തൊക്കെ ചീഞ്ഞിട്ട് കണ്ടില്ലേ? ചീഞ്ഞിട്ടാണ് ഫുള്ള് കിടക്കുന്നത്. പൂത്ത് പോയി എന്ന് പറയാം. ഫുള്ള് പൂത്തിട്ട് ആരും പൊട്ടിക്കാതായിട്ട് ആരും പൊട്ടിക്കാതെ വലുതി വന്നിട്ട് കട്ട് ചെയ്തിട്ട് അവര് ഒഴിവാക്കും. ഇത് പല ആടിനും ഇതിനൊക്കെ കൊടുക്കും. ഈ മറ്റേ ഒട്ടകത്തിനൊക്കെ സാധനം കൊടുക്കും. വെറൈറ്റി ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് ഫുള്ള് ചെറിയ ഐറ്റംസുകളാണ്. ഈത്തപ്പഴങ്ങളല്ലേ? ഈത്തപ്പഴം ഇഷ്ടം പോലെ. ആർക്കും വേണ്ട. കാരണം ഈ രാജ്യത്തുള്ള സാധനമല്ലേ. ഈ ടൈം ആയാൽ എല്ലാവർക്കും ഫ്രീ ആണ്. ഇനി കുറച്ച് തണുപ്പ് കാലം ആയാലും എല്ലാവർക്കും പൂതിയാവും. ഈത്തപ്പഴം കഴിക്കാല്ലേ? അപ്പോഴാണ് നമ്മളൊക്കെ ഈത്തപ്പഴം ഉണക്കിയിട്ട് കാരക്കൊക്കെ ആക്കിയിട്ട് ഐറ്റംസ് ആക്കി മാറ്റും. പിന്നെ ഇതിന്റെ നമ്മുടെ നോമ്പ് ടൈമിൽ ഈ ജീരകം ഇട്ടിട്ട് എടുത്തേക്കും. ജീരകം ഇട്ട് എടുത്തുവെച്ചാൽ കേടില്ല. ഇപ്പൊ ഇത് കുലിക്കാതെ തന്നെ അതിൽ വന്ന് വെക്കും. ഇപ്പൊ ഇതിമ കണ്ട ഇപ്പൊ പോത്ത് റെഡായി ഇങ്ങനെ വരുന്നുണ്ടാ? ഇതണ്ടാ ഇതണ്ടാ ഇത് പോത്ത് വരികയാണ്. ഇതണ്ടാ ഇനി ഇത് നെക്കിയ കാണാം. വേണ്ട, ഇത് പോത്ത് റെഡിയായി വന്നത്. ഇത് ഇങ്ങനെ പറിച്ചിങ്ങാണ്ട് അങ്ങനെ അടിച്ച് മിന്ന വേറെ പൈപ്പ് എന്നാ പിടിച്ചോ. ഇത് പൊട്ടിച്ചൊന്നു അല്ല. ഓക്കെ, കുറച്ച് ടൈറ്റായിട്ട് വലിക്കും. അത്രക്ക് നല്ല പോത്തിക്കണില്ല. നല്ല പോത്തിക്കണില്ല. ഫുള്ള് പഴുത്തിക്കണല്ലേ? ഒന്ന് ഉണ്ടാ. ഇത് നെറ്റ് അത്രക്ക് ഉറപ്പാ. കഴിച്ചോ പൊളി സാധനം. എനർജി ആട് കയറിക്കോളും. അതെ, ഒരു 3-4 ഈത്തപ്പഴം നിന്ന് കഴിഞ്ഞാൽ ഒന്നും നിന്നുണ്ട്. കലോറി കയറി. ഇത് കല്യാണ മണ്ഡപമാണ് നമ്മളെ നാട്ടിലത്തെ. ഇവിടുത്തെ കല്യാണ മണ്ഡപമാട്ടത് ദിബ്ബ അൽ ഹിസൻ റിസപ്ഷൻ ഹാൾ. ഇപ്പം എന്തായാലും ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈത്തപ്പഴം മരത്തിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചിട്ട് കഴിക്കുന്നത്. എന്തായാലും നമുക്ക് ശരിക്കും അവിടെ നിൽക്കാൻ പറ്റില്ല. നല്ല ചൂടാണ്. നോക്കണ്ടില്ല വിശർത്ത്. കൈ കഴുകണമെങ്കിൽ കഴുകാം.